എത്തിക്കൽ ഹൊറൈസൺസ്. ഇതിൽ നമ്മൾ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് എത്തിക്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബിലീവ്സ് അബൌട്ട് വാട്ട് ഈസ് മോറലി റൈറ്റ് ആൻഡ് റോങ്. അപ്പം ഒരു വ്യക്തിയുടെ എത്തിക്സ് എന്താണെന്ന് വെച്ചാൽ അയാൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കുന്ന ആ ഒരു മൊറാലിറ്റീനെയാണ് എന്ത് പറയാ എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹൗ എത്തിക്സ് വിൽ ചേഞ്ച് ദ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി. ഇറ്റ്സ് എ ടെക് ടോക്ക് ബൈ ഒലിവിയ ഗാംബ്ലിൻ. ആരാണ് ഒലിവിയ ഗാംബ്ലിൻ? ഷീ ഈസ് ആൻ AI ethicist who specializes in the practical application of ethics to technological and artificial intelligence innovation. സി നമ്മളിപ്പോൾ AI വളർച്ച കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജെമിനായി, അതേപോലെ തന്നെ ChatGPT, ഇതേപോലെ തന്നെ AI വളർച്ചയോടൊപ്പം അതുമായിട്ട് റിലേറ്റഡ് എത്തിക്കൽ പ്രോബ്ലംസ്, മോറൽ ഇഷ്യൂസ്, അതായത് ഇവർ നമ്മുടെ പ്രൈവസി, നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടോ, സ്റ്റീൽ ചെയ്യുന്നുണ്ടോ, അതുപോലെയുള്ള ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന സമയമാണ്. സോ അവിടെ ഒലിവിയ ഗാംബ്ലിൻ പോലെയുള്ള ഒരു എത്തിസിസ്റ്റിന്റെ റോള് പ്രധാനമാണ് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് എത്തിക്കൽ ഇന്റലിജൻസ് ആൻഡ് AI എത്തിക്സ് അഡ്വൈസറി ഫേം. ഒരു AI എത്തിക്സ് അഡ്വൈസറി ഫേമായിട്ടുള്ള എത്തിക്കൽ ഇന്റലിജൻസിന്റെ ഫൗണ്ടർ. Now let's move into the summary. സോ ഒലിവിയ ഗാംബ്ലിൻ ഈ ടെഡ് ടോക്ക് തുടങ്ങുന്നത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. One, it's a robotic arm. The second is a neural network. And third is a data set. ഇത് 3 എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു റോബോട്ടിക് ആം, മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ടിക് ആം. ദെൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നെറ്റ്വർക്ക്സിനെയാണ് എന്ത് പറയുന്നത്? ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ സെറ്റ്. ഡാറ്റ ഇസ് നത്തിങ് ബട്ട് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഇൻഫർമേഷൻ അവിടെ എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ആപ്പ് കണ്ട് അതിലൊരു റീല് കാണാനെങ്കിലും അത് നമ്മളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഈ 3 കാര്യങ്ങളിലും എന്താണ് കോമൺ ആയിട്ടുള്ളത് എന്നാണ് ആര് ചോദിക്കുന്നത്? ഒലിവിയ ഗാംബ്ലിൻ തന്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. സോ വാട്ട് ഈസ് കോമൺ? ഇതിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ടെക്നോളജി എന്ന് തോന്നാം, പക്ഷേ അതല്ല. ദ ആൻസർ ഇസ് ഹ്യൂമാനിറ്റി. എങ്ങനെയാണ് ഹ്യൂമാനിറ്റി ആൻസർ ആയിട്ട് വരുന്നത്? സി നമ്മൾ റോബോട്ടിക് ആം എടുക്കുകയാണെങ്കിൽ അത് എന്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്? ഹ്യൂമൻ ആമിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. മസിൽസും ബോൺസും ഉണ്ടാക്കിയ ഹ്യൂമൻ ആമിന് പകരം റോബോട്ടിക് ആം എന്തിനെ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മെറ്റൽസും അതുപോലെ തന്നെ നട്ട്, ബോൾട്ട്, അതുപോലെയുള്ള സാധനങ്ങൾ. ഇനി ന്യൂറൽ നെറ്റ്വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ കാണുന്ന നെർവ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ്, ബ്രെയിൻ സെൽസിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ ആണെന്ത്? ന്യൂറൽ നെറ്റ്വർക്ക്സ്. പിന്നെ ഡാറ്റ സെറ്റ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, നമ്മൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരു ബിഹേവിയർ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീല് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള റീല് കാണും. സോ നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ഇന്ന ഭാഷ സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ള നിങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു റീല് കാണുന്ന ആർക്ക് കിട്ടുകയാണ്? ഇത്തരത്തിലുള്ള ആപ്പിന്റെ കമ്പനികൾക്ക് കിട്ടുകയാണ്. ഓക്കെ, അതാണ് എന്ത്? ഈ ഡാറ്റ സെറ്റ്സ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഡിക്കേറ്റ്. അപ്പം ഈ മൊത്തം ഒരു കാറ്റഗറൈസേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ടെക്നോളജിയൊക്കെ ഉണ്ടായത് എങ്ങനെയായിരിക്കാം? അത് ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ ശരീര സവിശേഷതകളുടെ അല്ലെങ്കിൽ മൈൻഡിന്റെ, അതിന്റെ ഒക്കെ ഒരു കോപ്പി ആയിട്ട്, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് എന്തുണ്ടായത്? ടെക്നോളജി ഉണ്ടായത് എന്ന് പറയാം. സോ ടെക്നോളജി ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യന്റെ ഒരു പ്രതിഫലനമാണെന്ന് ടെക്നോളജി എന്ന് പറയാം. നൗ ഹ്യൂമാനിറ്റി ഈസ് കമ്പോസ്ഡ് ഓഫ് ഹ്യൂമൻ ബോഡി, മൈൻഡ് ആൻഡ് ബിഹേവിയർ. എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞ ആരാണ്? മനുഷ്യന്റെ ശരീരമുണ്ട്, മനുഷ്യന്റെ മനസ്സുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? അവരുടെ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഇതിൽ കൂടാതെ വേറെ 2 സാധനങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. വാല്യൂസ് ആൻഡ് എത്തിക്സ്. ഹ്യൂമാനിറ്റി ഓൾസോ കൺസിസ്റ്റ് ഓഫ് വാല്യൂസ് ആൻഡ് എത്തിക്സ്. വാല്യൂസ്, മൂല്യങ്ങൾ, അതേപോലെ തന്നെ എത്തിക്സ്, ധാർമ്മികത എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ആരുടെ സ്വഭാവ സവിശേഷത കൂടിയാണ്? മനുഷ്യന്റെ സ്വഭാവ സവിശേഷതയാണ്. നൗ ഡസ് ഇറ്റ് മീൻ ടു ബി ഹ്യൂമൻ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് മനുഷ്യനാവുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ്. To be human means to have values and to build our lives on these values.
മനുഷ്യനായിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൂല്യബോധം ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ചില മൂല്യങ്ങൾ ഉണ്ടാവും. അതെന്തായിരിക്കും? ചിലപ്പോൾ ഫാമിലി വാല്യൂസ് ആയിരിക്കാം, കുടുംബത്തിന് ആദ്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വാല്യൂ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഏത് മൂല്യത്തിനാണോ വാല്യൂ കൊടുക്കുന്നത് അതിനനുസരിച്ച് അതിനെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഉണ്ടാക്കുന്നത്. നൗ വാട്ട് ഡസ് ഇറ്റ് മീൻ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ലിവിങ് എ ഗുഡ് ലൈഫ്? ഇൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നല്ലൊരു ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒലിവിയ ഗാബ്ലിൻ പറയുന്നത് ലിവിങ് എ ഗുഡ് ലൈഫ് എസെൻഷ്യലി മീൻസ് ലിവിങ് വിത്ത് എ പേർപ്പസ്. ഒരു പേർപ്പസോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഗുഡ് ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം. ഇനി വാട്ട് ഇസ് പേർപ്പസ്? എന്താണ് പേർപ്പസ്? ജീവിക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്യബോധം വേണം. ഇനി എങ്ങനെയാണ് ഈ ലക്ഷ്യബോധം ഉണ്ടാവുക? അല്ലെങ്കിൽ എന്താണ് ഈ ലക്ഷ്യബോധം? അതെവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? ഹൗ ഡു വി ഫൈൻഡ് പേർപ്പസ്? വി ക്യാൻ ഫൈൻഡ് പേർപ്പസ് ഇൻ വാല്യൂസ് ദാറ്റ് ഡിഫൈൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില മൂല്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചൂസ് ചെയ്യും. നിങ്ങൾ സ്വാതന്ത്ര്യമാണ്, ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം? സ്വന്തം കാലിൽ നിൽക്കാൻ പെട്ടെന്ന് തന്നെ പഠിക്കും. ആരിലും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ ഒരു ജോലി നേടി അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിളായി ലൈഫ് നയിക്കാൻ തുടങ്ങും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിതത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫ് പടുത്തുവെക്കുന്നു എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ആ വാല്യൂവിനനുസരിച്ചിരിക്കും. ഇനി ഒരു ഒരു റൂട്ട് മാപ്പ് പോലെ ഒലിവിയ ഗാബ്ലിൻ പറയുന്നത്, നിങ്ങളുടെ പേർപ്പസ് എന്താണ്? നിങ്ങളുടെ ലക്ഷ്യബോധമാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ ലൈഫിന് ഒരു യാത്രയായി കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം, ദാറ്റ് ഈസ് യുവർ പേർപ്പസ്. നിങ്ങൾ ലൈഫിൽ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ പേർപ്പസ്. ഇനി അവിടേക്ക് എങ്ങനെയാ എത്തിച്ചേരുക? അതിനേക്ക് ഒരു ഡയറക്ഷൻ വേണ്ടേ? എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്? അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വാല്യൂസ് ആണ്. നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട ഇടത്തിൽ നിങ്ങളെ എത്തിക്കുക നിങ്ങളുടെ വാല്യൂസ് ആണ്. ദെൻ വാല്യൂസ് തന്നെ നമ്മളെ ചില സമയത്ത് കൺഫ്യൂഷനിലാവും. ഇതാണോ ശരിയായ ഡയറക്ഷൻ, അതാണോ ശരിയായ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെയാണ് എന്ത് വരുന്നത്? എത്തിക്സ് എന്തുപോലെ സംഭവിക്കും? നമ്മുടെ വഴികാട്ടിയായിട്ട് നിലനിൽക്കും. കോമ്പസ് നിങ്ങൾക്കറിയില്ലേ? കോമ്പസ് നമ്മളെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ കാണിക്കുന്ന, അപ്പൊ ആ കോമ്പസ് പോലെ നമ്മുടെ ലൈഫിൽ ആക്ട് ചെയ്യുമാര്? എത്തിക്സ്. ഓക്കെ, ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ലൈഫിനെ കുറിച്ചാണ്, ഹ്യൂമാനിറ്റിനെ കുറിച്ചാണ്. ആരാണ് മനുഷ്യൻ? എന്താണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന്റെ അർത്ഥം? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലീഡിങ് എ ഗുഡ് ലൈഫ്? ഇനി എങ്ങനെയാണ് നല്ലൊരു ജീവിതം അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നൗ ഇനി നമ്മൾ ടെക്നോളജിയുടെ ആസ്പെക്റ്റിലേക്ക് പറയാം. ടെക്നോളജി എന്ന് പറഞ്ഞാൽ, ആസ് വി ഡിസ്കസ്ഡ്, ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ത്? ടെക്നോളജി. സോ അവിടെ എത്തിക്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു റിഫ്ലെക്സീവ് ടൂൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് എത്തിക്സ് ആസ് എ ടൂൾ ടു ക്രിട്ടിക്കലി എക്സാമിൻ വൺസ് വാല്യൂസ് ആൻഡ് ആക്ഷൻസ്. നമ്മൾ ഒരു കാര്യം ചെയ്തു, അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നില്ല. ആ ഒരു ആ ഒരു ആ ഒരു കടമ്പയെ അല്ലെങ്കിൽ ആ ഒരു രീതിയെയാണ് നമ്മൾ എന്ത് പറയുക? അങ്ങനെ ഉപയോഗിക്കുന്ന ധാർമ്മികതയെ അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂസിങ് എത്തിക്സ് ആസ് എ റിഫ്ലെക്സീവ് ടൂൾ എന്ന് പറയുന്നത്. ഇനി ടെക്നോളജീസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇന്ന് നമുക്കുള്ള ടെക്നോളജീസ് ഏതൊക്കെയാണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഹെൽത്ത് മോണിറ്ററിംഗ് ആപ്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ക്രെഡിറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സ്. ഇത് ഈ ടെക്നോളജീസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ എത്തിക്കൽ ബ്രീച്ച് കാണാം. അതായത് ധാർമ്മികതയിൽ അവർ കുറച്ച് കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അവിടെ നമ്മൾ നമ്മുടെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതേസമയം നമ്മൾ മറ്റുള്ളവരുടെ ഫീഡ് കാണാനിടയിൽ ഒരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ എന്ത് കാരണമാണുണ്ട്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കാരണം. ഇനി ഹെൽത്ത് മോണിറ്ററിംഗ് ആപ്സ്, നമ്മളൊന്നും ഇപ്പം ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ചില ആപ്സ്, ഹെൽത്തിഫൈ പോലെയുള്ള ആപ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് ആ ഒരു ആപ്പിൽ എൻ്റർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഒരു ആപ്പിൽ വരുമ്പോൾ നമ്മുടെ ഡാറ്റ അവരുടെ കൈ കിട്ടാണ്. അവർക്കത് ആർക്ക് കൈമാറാം? ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് വേണേ കൈമാറാം. നമുക്കത് അറിയാൻ പറ്റും. സോ അവിടെ നമ്മുടെ എന്ത് വരുന്നുണ്ട്? ഒരു ഡാറ്റ ബ്രീച്ച് നടക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറിംഗ് സിസ്റ്റം, നമ്മുടെ ബാങ്കിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്താ പറയുക ചില ഇതിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെയും നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയുടെ കുറവ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഇന്നത്തെ ടെക്നോളജീസിൽ കാണാം. സെക്യൂരിറ്റിയുടെ കുറവ് അല്ലെങ്കിൽ എന്ത്, പ്രൈവസിയുടെ കുറവ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഗുഡ് ലൈഫ്. ഗുഡ് ലൈഫ് എന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഡു യു മീൻ ബൈ ഗുഡ് ടെക്നോളജി. ഗുഡ് ടെക്നോളജി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Good technology is the technology that supports, enable, and empower human beings to live their life in alignment with their values. നല്ല ടെക്നോളജി എന്ന് പറയുന്നത് മനുഷ്യന്മാരെ അവരുടെ വാല്യൂസിന് അനുസൃതമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു ടെക്നോളജിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗുഡ് ടെക്നോളജി എന്ന് പറയാം. അല്ലാതെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്ത് എക്സ്പ്ലോയിറ്റേറ്റ് ചെയ്ത് അവരുടെ ഡാറ്റ കൈക്കലാക്കി അതിൽ നിന്ന് പ്രോഫിറ്റ് നേടുന്നത് ഗുഡ് ടെക്നോളജിയുടെ ഭാഗമേ അല്ല. അതായത് ഗുഡ് ടെക്നോളജി ഡസ് നോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യന്റെ സ്വഭാവത്തിനെ ദുരുപയോഗം ചെയ്യാം. ഇപ്പൊ നമുക്ക് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു, നമ്മുടെ ഒരു നേച്ചറിന്റെ ഭാഗമാണ്. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യുകയാണ്. ആ ഡാറ്റ വേറെ ആൾക്ക് വിൽക്കുകയാണെങ്കിൽ, പൈസക്ക് വിൽക്കുകയാണെങ്കിൽ അതെന്താണ്, നമ്മുടെ ഡാറ്റന് ദുരുപയോഗം ചെയ്യുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാതെ നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസിനനുസരിച്ചിട്ട് ധാർമ്മികതയോടെ ടെക്നോളജി വരികയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റും? വി ക്യാൻ ഹാവ് ജെനുവിൻ ഹ്യൂമൻ കണക്ഷൻ. ഓക്കെ, freedom to chase our potential, opening new avenues for success, open communication, businesses that thrive on trustworthy tech. ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒരു സാമ്പിൾ മോഡൽ അനലൈസ് ചെയ്യാണ്. ഈ ജെന്യുവിൻ ഹ്യൂമൻ കണക്ഷൻ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്തു, അതിൽ നമുക്കൊരു റിക്വസ്റ്റ് വന്നിരിക്കുന്നു, അപ്പൊ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്തു. നോക്കുമ്പോൾ അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, പക്ഷെ ടെക്നോളജി എത്തിക്കൽ ആണെങ്കിൽ, ഇപ്പം ഇതൊരു ഫേക്ക് പ്രൊഫൈൽ അല്ല, ഇതൊക്കെ വെരിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേടിയും കൂടാതെ അത്തരത്തിലുള്ള ആളുകളെ ഫ്രണ്ട്സ് ആക്കി മാറ്റാൻ കഴിയും. അവിടെ എന്ത് നടക്കും? ഒരു ജെന്യുവിൻ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നടക്കും. അവിടെ ആളുകളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ആളുകളെ ആ പ്ലാറ്റ്ഫോമിൽ റിമൂവ് ചെയ്യുന്ന രീതിയിൽ വരികയാണെങ്കിൽ എന്ത് നടക്കും? ഗുഡ് കമ്മ്യൂണിക്കേഷൻ നടക്കും. അതുപോലെ തന്നെ ടെക്നോളജിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ചേസ് ആ പൊട്ടൻഷ്യൽ. ഇപ്പൊ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ക്ലാസ്സസും അതേപോലെ നേടാൻ കഴിയണമെന്ന് വരില്ല. പക്ഷെ അതൊക്കെ ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരു പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം അതൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കടമ്പയെ മറികടക്കാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നേടാനും ഒക്കെ ഉള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ ഒക്കെ ഇത് സാധിക്കും. ഇവിടെ എന്താണ്, നമുക്ക് വിശ്വസിച്ച് ഈ ആപ്സ് ആയാലും മറ്റ് ടെക്നോളജീസും ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഗുഡ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രമാത്രം. മനുഷ്യനെ ദുരുപയോഗം ചെയ്യാതെ മനുഷ്യന്റെ മോറൽ വാല്യൂസ്, ധാർമ്മികതയോട് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നോളജീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. By introducing ethics into technology, we are actively engineering technology that aligns and promotes core human values. അതായത് ടെക്നോളജിയിൽ എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടെ പല ഹ്യൂമൻ വാല്യൂസിനെയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിലൊന്നാണ് എന്ത്, ട്രസ്റ്റ്, വിശ്വാസം. വിശ്വാസ്യത നേടിയെടുക്കുന്ന അതൊക്കെ ടെക്നോളജിയുടെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ ഓൺലൈനിലുള്ള എന്തിനും നമുക്ക് തട്ടിപ്പാണോ എന്നുള്ള ഒരു ഡൗട്ട് വരും. പക്ഷെ അല്ല, ഗുഡ് ടെക്നോളജിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേടി കൂടാതെ കാര്യങ്ങളെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള ഹ്യൂമൻ വാല്യൂസിന് പ്രൊമോട്ട് ചെയ്യുന്ന ടെക്നോളജി വരട്ടെ എന്നാണ് ആര് പറയുന്നത്, ഒലിവിയ ഗാംബ്ലിൻ തന്റെ ടെക് ടോക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് മനുഷ്യൻ എന്ന് പറയുന്നത് ബോഡി, മൈൻഡ് ആൻഡ് ബിഹേവിയർ മാത്രമല്ല, നമ്മുടെ വാല്യൂസ് കൂടി അടങ്ങുന്നതാണെന്ത്, മനുഷ്യൻ. സോ ഇഫ് ടെക്നോളജി ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി, ഇറ്റ് മസ്റ്റ് ഓൾസോ ഇൻക്ലൂഡ് വാല്യൂസ് ആൻഡ് എത്തിക്സ്. അപ്പം മനുഷ്യൻ ശരീരവും മനസ്സും ബിഹേവിയറും മാത്രമല്ലാതെ വാല്യൂസ് എന്തും കൂടിയാണ്, എത്തിക്സും കൂടിയാണ്. അപ്പം മനുഷ്യന്റെ റിഫ്ലക്ഷൻ ആണ് ടെക്നോളജി എങ്കിൽ എന്തും കൂടി ടെക്നോളജിയിൽ വരണം, വാല്യൂസും എത്തിക്സും കൂടെ വരണം. ഓക്കെ, ദാറ്റ്സ് ദാറ്റ്.